Hi, hello. Welcome back to Geotechnical Engineering class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് സോയിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്. ആ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോയിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു സോയിൽ മാസിലെ സോയിൽ പാർട്ടിക്കിൾസിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ആ ഒരു ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിലെ പാർട്ടിക്കിൾസിനെ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സോയിലിൻ്റെ എല്ലാം ബിഹേവിയർ, ഓരോ സോയിലിൻ്റെയും ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെയാണ്. ഏത് രീതിയിലാണ് അതിലെ പാർട്ടിക്കിൾസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സോയിലിൻ്റെ ബിഹേവിയർ നമ്മൾ പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് അതിലുള്ള സോയിലുള്ള പാർട്ടിക്കിൾ സൈസ്, അതിൻ്റെ ഫോർമേഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്ത് സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സോയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് സിംഗിൾ ഗ്രെയിൻ സോയിൽ സ്ട്രക്ചർ, ഹണി കോംബ്, ഫ്ലോക്കുലേറ്റഡ് സോയിൽ സ്ട്രക്ചർ, ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിറ്റ് സ്ട്രക്ചർ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സോയിൽ സ്ട്രക്ചേഴ്സ്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ്. ഈ സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ് മെയിനായിട്ടും ഗ്രാവൽ ആൻഡ് സാൻഡ് ആ സോയിൽസിലാണ് കാണുന്നത്. ഗ്രാവൽ ആൻഡ് സാൻഡിലാണ് സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചേഴ്സ് കാണുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോയിൽ സാമ്പിളിൽ പാർട്ടിക്കിൾസ് സ്പിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അത് പാർട്ടിക്കിൾസ് എല്ലാം സ്പിയർ ഷേപ്പിലാണെന്നുള്ളതാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ സ്പിയർ ഷേപ്പിലാകുമ്പോൾ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരുവിധമൊക്കെ അടുക്കി നല്ല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് പെർഫെക്റ്റ്ലി സ്പിയർ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അത് പെർഫെക്റ്റ് സ്പിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ പാർട്ടിക്കിൾസ് പെർഫെക്റ്റ് സ്പിയർ ആണെങ്കിൽ നമ്മൾ അതിനെ ലൂസായിട്ട് വെറുതെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഫിഗറിലാണ്, ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ഇതെടുത്ത് ലൂസായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഒന്നിൻ്റെ താഴെ അങ്ങനെ ലൂസായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലൂസസ്റ്റ് സ്റ്റേറ്റിൽ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.90 ആയിരിക്കും. ഇനി ആ സ്പിയറിനെ നമ്മൾ നല്ല ഡെൻസായിട്ട്, അതായത് ഒരു ഗ്യാപ്പ് പോലും വരാത്ത രീതി, ഗ്യാപ്പ് വരും എന്നാലും മാക്സിമം ഗ്യാപ്പ് കുറയ്ക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ അറേഞ്ച് ചെയ്യും അല്ലേ. പിന്നെ ഇതിവിടെ തൊട്ട് താഴെ അറേഞ്ച് ചെയ്യാതെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം വരുന്ന രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. സോ അങ്ങനെ ഡെൻസസ്റ്റ് സ്റ്റേറ്റിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആയിരിക്കും. സോ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്, ഏകദേശം ഇങ്ങനെയൊക്കെയുള്ളൊരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ലൂസസ്റ്റ് സ്റ്റേറ്റിൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.90, വളരെ ഡെൻസായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്താൽ അതിൻ്റെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഗ്രാവൽ ആൻഡ് സാൻഡിലായിരിക്കും. നെക്സ്റ്റ് ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് ഹണികോം സ്ട്രക്ചർ. ഹണികോം സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള സോയിൽ, പാർട്ടിക്കിൾ സൈസ് വളരെ കുറഞ്ഞ ഫൈൻ സാൻഡിലും അതുപോലെ തന്നെ സിൽറ്റിലുമാണ് ഈ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ കാണുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ചേർന്ന് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിങ്ങനെ ചേർന്ന് ഇതേപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹണികോംബ് തേനീച്ച കൂടിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ഇങ്ങനെ ജോയിൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇടയ്ക്കൊക്കെ വോയിഡ്സ് ആണ്, ഈ കാണുന്നതെല്ലാം വോയിഡാണ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലേ, അപ്പോൾ അത് കൊളാപ്സ് ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, അവിടെ വലിയൊരു ഡീഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതായത് അങ്ങനത്തെ സോയിലിന് വൈബ്രേഷൻ വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, ഒരുപാട് ഡീഫോർമേഷൻ, ലാർജായിട്ട് അത് ഡീഫോം ചെയ്യും ആ സോയിൽ സ്ട്രക്ചർ. അപ്പം അങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഹണികോം സ്ട്രക്ചർ. അത് പ്രസൻറ്റ് ആയിരിക്കുന്നത് ഫൈൻ സാൻഡ് ആൻഡ് സിൽട്ടിലാണ്. നെക്സ്റ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സ്. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ വളരെ കോസീവ് ആയിട്ടുള്ള സോയിലാണ് ഇത് കാണുന്നത്. ക്ലേ പോലുള്ള കോസീവ് ആയിട്ടുള്ള സോയിലാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സ് കാണുന്നത്. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, സോയിലിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ചിട്ടാണത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ ഹെഡ് മറ്റേ പാർട്ടിക്കിളിൻ്റെ എഡ്ജിൽ വന്ന് ജോയിൻ ചെയ്യും, അതായത് അട്രാക്ട് ചെയ്യും. അതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്ന ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഫിഗർ നമ്മൾ വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ്, പാർട്ടിക്കിൾസ് ഇത്ര വലിയ സൈസൊന്നുമില്ല, പക്ഷേ എങ്കിലും അതിൻ്റെ എഡ്ജ് ടു ഹെഡ് ഫോർമേഷൻ ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷിയർ സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ സോയിൽസിൻ്റെ പ്രത്യേകതയാണ് അവിടുത്തെ ഷിയർ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും, കംപ്രസിബിലിറ്റി കുറവായിരിക്കും, അതുപോലെ തന്നെ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആയിരിക്കും, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ടു ഫേസ് ഓറിയൻറ്റേഷൻ ആയിരിക്കും, വളരെ ഹൈ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും, ലോ കംപ്രസിബിലിറ്റി ആയിരിക്കും, ആൻഡ് ഹൈ പെർമിബിലിറ്റി ആയിരിക്കും. അത് കാണുന്നത് ക്ലേ പോലുള്ള കോസീവ് സോയിലാണ്. അതാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗറിൽ കണ്ടില്ല, അതായത് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ തൊട്ട് താഴെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമായിരിക്കും. ഇതാണ് അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും റീമൗൾഡഡ് ക്ലേസിലായിരിക്കും. റീമൗൾഡഡ് ക്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നാച്ചുറലി അക്കർ ചെയ്യുന്ന ക്ലേസ് ഉണ്ട് അല്ലെ, നാച്ചുറലായിട്ട് സ്റ്റേറ്റ് ഇരിക്കുകയാണ്, അതിനെ നമ്മൾ എന്തെങ്കിലും സ്പെസിമെൻ ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ അതിനെ മോൾഡ് ചെയ്യും അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് എന്തെങ്കിലും കഴിയുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചുകൊണ്ട് അവിടെ ഇടും. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ റീമോൾഡ് ക്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ ഓറിയൻറ്റേഷൻ ഇരുന്ന ഒരു സാധനത്തിനെ നമ്മളതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. സോ നമ്മളിപ്പോൾ സ്പെസിമെനൊക്കെ ഉണ്ടാക്കിയപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വരികയാണ് ഇവിടെ അല്ലേ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ റീമോൾഡ് ക്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ, പാർട്ടിക്കിളുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇത് ഫോം ചെയ്യുന്നത് റിപ്പൾസീവ് ഫോഴ്സ്. നമ്മൾ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിൽ എന്താ പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം എന്നാണ്. അതായത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആണ്, ആ ഒരു അട്രാക്ഷൻ കൊണ്ടാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, ഒരേ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും അടുത്തടുത്ത് വരുന്നത്. സോ അത് റിപ്പല് ചെയ്യും. സോ അത് അങ്ങനെയാണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഫ്ലോക്കുലേറ്റിൻ്റെ ഓപ്പോസിറ്റ്, ഫ്ലോക്കുലേറ്റിന് ഷിയർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഇവിടെ ഷിയർ സ്ട്രെങ്ത് കുറവായിരിക്കും. ദെൻ അവിടെ നമ്മൾ പറഞ്ഞു അവിടെ ലോ കംപ്രസിബിലിറ്റി ആണ്, പക്ഷേ ഇവിടെ കംപ്രസിബിലിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പെർമിയബിലിറ്റി കുറവായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ്, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പോസിറ്റ് സ്ട്രക്ചർ. കോമ്പോസിറ്റ് സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് പേരിൽ തന്നെ ഉണ്ട്, കോമ്പോസിറ്റ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സോയിലിൽ തന്നെ സെയിം ടൈപ്പ് അല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ, ഹണികോം സ്ട്രക്ചർ, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ, ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ കോമ്പോസിറ്റ് സ്ട്രക്ചർ. ഇത്രയാണ് നമ്മുടെ സോയിൽ സ്ട്രക്ചർ. ദെൻ വേറൊരു ജസ്റ്റ് 2 ടോപ്പിക്കും കൂടെ ഉണ്ട് അതിൽ. പ്രോപ്പർട്ടി, സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി. അതിൽ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, സെൻസിറ്റിവിറ്റി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ക്ലേ ഇൻ അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ടു കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ക്ലേ ഇൻ റീമോൾഡഡ് സ്റ്റേറ്റ്. റീമോൾഡഡ് ആൻഡ് അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പം റീമോൾഡഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആ സോയിൽ എങ്ങനെയാണോ എല്ലാ ക്ലേ എങ്ങനെയാണോ അതാണ് അതിന് അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ 2 സ്റ്റേറ്റിലുള്ള അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനുണ്ട്. ഈ അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ആണെങ്കിലും റീമോൾഡഡ് സ്റ്റേറ്റ് ആണെങ്കിലും അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, സെയിം ആയിരിക്കണം, അൺഓൾട്ടേഡ് ആയിരിക്കണം വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, ഇനി അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ക്ലേയെ ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആക്കുകയാണ്. സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആക്കിയിട്ട് നമ്മൾ അതിനെ കംപ്രഷൻ ടെസ്റ്റ് കൊടുക്കും. അതായത് സിലിണ്ടറിക്കൽ സ്പെസിമെൻ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലാറ്ററൽ സപ്പോർട്ടോ ലാറ്ററൽ ലോഡോ ഒന്നുമില്ല, ജസ്റ്റ് ആ സ്പെസിമെൻ മാത്രം സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആ ഒരു സോയിൽ സാമ്പിളിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിന് എത്ര വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് അൾട്ടിമേറ്റ് ലോഡ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതിനെയാണ് നമ്മൾ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് ഏരിയയിൽ ലോഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര ലോഡ് വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അത് പറ്റും. അതാണ് അതിൻ്റെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ റേഷ്യോ അതിപ്പം സാധാരണ നാച്ചുറൽ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സോയിലിൻ്റെ അൺകൺഫൈൻഡ് സ്ട്രെങ്ത് ടു ദി അതിനെ നമ്മൾ റീമോൾഡ് ചെയ്തു, അതിൻ്റെ ഒറിജിനലിലുള്ള അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനൊക്കെ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്റ്റർബ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു
സ്പെസിമെൻ ഉണ്ടാക്കി അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള ആ ഒരു അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് ക്ലേയിലാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കൂടുതൽ പറയുന്നത്. ഓക്കെ, സോ സെൻസിറ്റിവിറ്റി നമുക്ക് വേറൊരു ഇതിലും പറയാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലോസ് ഓഫ് സ്ട്രെങ്ത് വിത്ത് റീമോൾഡിങ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ നാച്ചുറൽ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സോയിലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രെങ്ത് ലോസ് ആവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോസ് ഓഫ് സ്ട്രെങ്ത്തിനെ വിത്ത് റീമോൾഡ് എന്നും നമ്മൾ സെൻസിറ്റിവിറ്റിയെ പറയാറുണ്ട്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് തിക്സോട്രോപ്പി. അതൊരു നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. തിക്സോട്രോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനോമിന ഓഫ് റീഗെയിനിങ് ഓഫ് ലോസ്റ്റ് സ്ട്രെങ്ത് ഓഫ് റീമോൾഡഡ് സോയിൽ which is left undisturbed with the passage of time with no change in water content is known as thixotropy. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റീമോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് നോട്ട് ആർ കേട്ടോ, ദിസ് എക്സ്. നമ്മൾ റീമോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു റീമോൾഡ് ചെയ്യുന്ന സാധാരണ നോർമലി ഇരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ എന്തെങ്കിലും ഷേപ്പിലേക്കോ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ മൊത്തത്തിൽ മാറ്റി വേറൊരു നമുക്ക് വേണ്ട ഒരു സ്പെസിമെനാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റി നമ്മൾ എക്സ്പെരിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളതിനെ എവിടെയെങ്കിലും മാറ്റിയിടും. ശരിയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ലേ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത്, അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ മാറ്റിയിട്ട ആ ഒരു സോയിൽ, ദാറ്റ് ഇസ് റീമോൾഡഡ് ആയിട്ടുള്ള സോയില് കുറച്ച് നാൾ അങ്ങനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടന്നു കഴിയുമ്പോൾ, അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അത് ഏത് വാട്ടർ കണ്ടന്റിലായിരുന്നു ഇനിഷ്യലിൽ ഉണ്ടായിരുന്നത് അതേ വാട്ടർ കണ്ടന്റിൽ തന്നെ നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ വിടുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഒറിജിനലി അതിന് എത്രയായിരുന്നു, നോർമൽ സ്റ്റേറ്റിൽ ഇരുന്നപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എത്രയായിരുന്നു, ആ സ്ട്രെങ്ത് പതുക്കെ അത് റീഗെയിൻ ചെയ്യാൻ തുടങ്ങും റീമോൾഡഡ് സോയിൽ. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. റീമോൾഡ് ചെയ്ത ഒരു സോയില് തിരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നു. ഒറിജിനലി അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് അത് റീഗെയിൻ ആയി വരുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബെൻറ്റോണൈറ്റ് ക്ലേ. ബെൻറ്റോണൈറ്റ് ക്ലേ എന്താണെന്നുള്ളത് നമ്മൾ ഇനിഷ്യൽ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡിഫറെൻറ്റ് സോയിൽസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബെൻറ്റോണൈറ്റ് ക്ലേയുടെ കാര്യം. മോർണോലൈറ്റ് എന്ന് പറഞ്ഞൊരു ക്ലേ മിനറലുള്ള ഒരു ക്ലേ ആണ് ബെൻറ്റോണൈറ്റ്. സോ ഈ ബെൻറ്റോണൈറ്റ് തിക്സോട്രോപ്പി പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. അതായത് ആ ബെൻറ്റോണൈറ്റിനെ നമ്മൾ നാച്ചുറൽ സ്റ്റേറ്റിലിരിക്കുന്ന ബെൻറ്റോണൈറ്റിനെ നമ്മൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിമെനായിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാൽ, സെയിം വാട്ടർ കണ്ടന്റിൽ തന്നെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അത് ഒറിജിനൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യും. ഓക്കെ, സോ അതാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്മുടെ ടോപ്പിക്സ്. ഇത്രയും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനിഷ്യൽ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു, എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു. അതിപ്പോൾ നമ്മൾ അതിൻ്റെ സോയിൽ സ്ട്രക്ചേഴ്സ്, ദെൻ 2 പ്രോപ്പർട്ടീസും പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മൾ അടുത്ത സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.